നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോക വനിതാ ദിനത്തിൽ സ്പെഷ്യൽ ഉല്ലാസയാത്ര സംഘടിപ്പിച്ച് തൊടുപുഴ KSRTC. തൊടുപുഴ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച യാത്ര KSRTC വനിതാ ഇൻസ്പെക്ടർ KR രോഹിണി ഫ്ലാഗ് ഓഫ് ചെയ്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് മുട്ടം പോളിടെക്നിക് കോളേജിൽ സ്റ്റുഡൻസ് യൂണിയന്റെ സർവഫലമായി പുളിമൂട്ടിൽ 6 നാപ്കിൻ വെൻഡിംഗ് മെഷീൻ നൽകി. സ്ഥാപനത്തിന്റെ ഉടമ റോയി പുളിമൂട്ടിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീൻ കോളേജ് പ്രിൻസിപ്പൽ മായ ബെന്നിക്ക് കൈമാറി. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഡിസ്പെൻസറി ഉദ്ഘാടനവും NABH അക്രഡിറ്റേഷൻ ലഭിച്ചതിന്റെ പ്രഖ്യാപനവും നടത്തി. തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഹൈറേഞ്ച് മൗണ്ടെയിൻ ലാൻഡ്സ്കേപ്പ് പ്രൊജക്ട് പദ്ധതി അഴിമതി അന്വേഷിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന് തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈനിൽ സ്വീകരണം നൽകി. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. വാർത്തകൾ വിശദമായി. ലോക വനിതാ ദിനത്തിൽ സ്പെഷ്യൽ ഉല്ലാസയാത്ര സംഘടിപ്പിച്ച് തൊടുപുഴ KSRTC. വണ്ടർലാൻഡിലേക്ക് നടത്തിയ ഉല്ലാസയാത്രയിൽ ജീവനക്കാരും യാത്രക്കാരും എല്ലാം സ്ത്രീകൾ തന്നെ. തൊടുപുഴ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച യാത്ര KSRTC വനിതാ ഇൻസ്പെക്ടർ KR രോഹിണി ഫ്ലാഗ് ഓഫ് ചെയ്തു. ലോക വനിതാ ദിനം പെൺകരുത്തുകൊണ്ട് അവിസ്മരണീയമാക്കി തൊടുപുഴ KSRTC ഡിപ്പോ. ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഉല്ലാസയാത്രയ്ക്ക് വളയം പിടിച്ചത് KSRTCയുടെ ആദ്യ വനിതാ ഡ്രൈവർ VP ഷീലയാണ്. യാത്രികരും ജീവനക്കാരുമായി വനിതകൾ മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. സർവീസ് ജീവിതത്തിലെ അഭിമാന മുഹൂർത്തമാണിതെന്ന് ഡ്രൈവർ ഷീല ചേച്ചി പറഞ്ഞു. തൊടുപുഴ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച യാത്ര KSRTC വനിതാ ഇൻസ്പെക്ടർ KR രോഹിണി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഈ തൊടുപുഴയുള്ള എല്ലാ നിവാസികളും നല്ല രീതിയിൽ ഈ ടൂറ് മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കണം. അതുതന്നെ BTCയുടെ മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങളുടെ ഫാമിലിയായിട്ടും എല്ലാവരും മുന്നോട്ട് ഉണ്ടാവണമെന്ന് ഞങ്ങൾ പറയുകയാണ്. അതുപോലെ ഷീല ചേച്ചി നമ്മുടെ ആദ്യത്തെ വനിതാ ഡ്രൈവറാണ്. ഷീല ചേച്ചിയുടെയും നമ്മുടെ ആമിന ബീബിയുടെയും സഹകരണവും എല്ലാം നിങ്ങൾക്കെല്ലാം ഉണ്ടാവും. സന്തോഷമായിട്ടല്ല ഈ ദിവസം സന്തോഷമായിട്ട് ഈ വിനോദയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചെത്തി എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതായത് പാട്ട് എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം, ബസ്സിനുള്ളിൽ തന്നെ പാട്ടോ ഡാൻസ് എന്തായാലും ചെയ്യാം. അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യുന്നു. കളിചിരിയും പാട്ടുമായി സഞ്ചാരികളും സജീവമായതോടെ യാത്ര ആകെ കളർഫുള്ളായി മാറി. വനിതാ ദിനത്തിലെ ഉല്ലാസയാത്ര ജീവിതത്തിലെ വേറിട്ട അനുഭവമായിരുന്നെന്ന് യാത്രക്കാരും പ്രതികരിച്ചു. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ഇതിനോടകം 100ഓളം ഉല്ലാസയാത്രകൾ നടത്തിയെങ്കിലും വനിതകൾക്ക് മാത്രമായി ഒരുക്കുന്ന ആദ്യ യാത്രയാണ് വനിതാ ദിനത്തിലേത്. രാവിലെ 7:30 പുറപ്പെട്ട് വൈകിട്ട് 6 മണിയോടെ തിരിച്ചെത്തും വിധമാണ് ഉല്ലാസയാത്രയുടെ ക്രമീകരണം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശിവരാത്രി നാളിൽ തൊടുപുഴ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിലേക്ക് നടത്തുന്ന ഘോഷയാത്രയിൽ അല്ലാടിയിൽ ഓട്ടോ സ്പെയേഴ്സും സുഹൃത്തുക്കളും ചേർന്ന് എല്ലാ വർഷവും മുടക്കം വരുത്താതെ ശീതളപാനീയം നൽകി വരുന്നു. ഈ പ്രാവശ്യവും അതിന് സാധിച്ചുള്ള സന്തോഷത്തിലാണ് അവർ. അസഹനീയമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഘോഷയാത്രയിൽ പങ്കെടുത്തവരും കാഴ്ചക്കാരുമായ 100 കണക്കിന് ആളുകൾക്ക് ശീതളപാനീയവും ഐസ്ക്രീമും വിതരണം ചെയ്ത് മാതൃകയായിരിക്കുകയാണ് അല്ലാടിയിൽ ഓട്ടോ സ്പെയേഴ്സ്. ശിവരാത്രി നാളിൽ തൊടുപുഴ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിലേക്ക് നടത്തുന്ന കാവടി എഴുന്നള്ളിപ്പിൽ ശീതളപാനീയവും ഐസ്ക്രീമും വിതരണം ചെയ്ത് അലാടിയിൽ ഓട്ടോ സ്പെയേഴ്സും സുഹൃത്തുക്കളും ഈ വർഷവും രംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ താപനില വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ ജനങ്ങൾ തീർത്തും അവശരായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കാവടി എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തവരും കാഴ്ചക്കാരും ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകൾക്ക് ശീതളപാനീയവും ഐസ്ക്രീമും വിതരണം ചെയ്ത് മാതൃകയായിരിക്കുന്നത്.
കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിൽ എല്ലാ വർഷവും ആരാടിയിൽ ഇലക്ട്രിക്കൽസ് ഭക്തജനങ്ങൾക്കായി സംഭാരവും ഐസ്ക്രീമും മറ്റതുപോലെ ശീതളപാനീയങ്ങളും കൊടുക്കാറുണ്ട്. ഈ വർഷവും ഭംഗിയായി നടത്താൻ കഴിഞ്ഞതിൽ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന അനേകം ആളുകൾക്ക് ഈ സമയത്തുള്ള ഈ ശീതളപാനീയം വളരെ ഉപകാരപ്രദമാണ്. ഈ കടുത്ത വെയിലത്ത് ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വനിതാ ദിനത്തോടനുബന്ധിച്ച് മുട്ടം പോളിടെക്നിക് കോളേജിൽ സ്റ്റുഡൻസ് യൂണിയന്റെ ശ്രമഫലമായി പുളിമൂട്ടിൽ 6 നാപ്കിൻ വെൻഡിംഗ് മെഷീൻ നൽകി. സ്ഥാപനത്തിന്റെ ഉടമ റോയി പുളിമൂട്ടിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീൻ കോളേജ് പ്രിൻസിപ്പൽ മായ ബെന്നിക്ക് കൈമാറി. നിരവധി പേർ പങ്കെടുത്തു. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മുട്ടം പോളിടെക്നിക് കോളേജിൽ സ്റ്റുഡൻസ് യൂണിയന്റെ ശ്രമഫലമായി പുളിമൂട്ടിൽ 6 നാപ്കിൻ വെൻഡിംഗ് മെഷീൻ നൽകി. നിരവധി പേരുടെ സാന്നിധ്യത്തിൽ സ്ഥാപനത്തിന്റെ ഉടമ റോയി പുളിമൂട്ടിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീൻ കോളേജ് പ്രിൻസിപ്പൽ മായ ബെന്നിന് കൈമാറി. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടുത്തെ ലേഡി വൈസും അതുപോലെ തന്നെ യൂണിയൻ്റെ കുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു സാനിറ്ററി ഡിസ്പെൻസർ ഇവിടെ ലേഡി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അവർ പലരെ സമീപിച്ചു. അപ്പോൾ നമുക്ക് വളരെയധികം നന്ദിയുണ്ട്. സാർ ഈ കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റ് എടുക്കുകയും ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ഇത് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളതിൽ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ പേരിലുമുള്ളൊരു നന്ദി അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പുളിമൂട്ടിൽ 6 മാനേജർ സേതു പുളിമൂട്ടിൽ പങ്കെടുത്തു. ഞങ്ങളെ സംബന്ധിച്ച് മോർ ദാൻ ബിസിനസ് ഒരു പങ്കാളിത്തം, നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഒരു ചെറിയൊരു സഹായം, അത് സ്പെഷ്യലി ഒരു വിമൻസ് ഡേ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട്. അതുമാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പം ടീച്ചർ പറഞ്ഞ പോലെ ഭാവിയിലാണെങ്കിലും ചെറിയ ചെറിയ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ സഹായിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഒരു അവസരം തന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പഠിച്ച് മിടുക്കരാവുക എല്ലാവരും. ഓക്കെ, താങ്ക് യു. സിവിൽ ഡിപ്പാർട്ട്മെന്റ് HOD സെലിൻ ഭാസ്കർ, സ്റ്റാഫ് അഡ്വൈസർ അലൻ ജെയിംസ്, സ്റ്റുഡന്റ് യൂണിയൻ ചെയർമാൻ ഹരിജിത്ത് രാജ്, വൈസ് ചെയർമാൻമാരായ അഭിമന്യു ബി, അഞ്ജലി PP, ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി S വിജയ്, മാഗസിൻ എഡിറ്റർ അശ്വൻ ബിനു, PUC ആശിഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രത്യേകിച്ച് റോയ് സാർ ഇങ്ങനെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തെ ഈ സമ്മാനം തരുന്നതിന് തിരഞ്ഞെടുത്തതിനും അവരോടുള്ള സ്നേഹത്തെയും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തും. പുളിമൂട്ടിൽ സിൽസ് അത് ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യമായിട്ട് തന്നെ അപ്രോച്ച് ചെയ്ത് ഉടനെ തന്നെ അവരത് സ്വീകരിച്ച് അത് അവരുടെ CSR ഫണ്ടിൽ നിന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനകത്ത് യൂണിയന്റെ പേരിലുള്ള നന്ദിയും ഈ കോളേജിന്റെ പേരിലുള്ള നന്ദിയും പ്രത്യേകം ഞാൻ അറിയിക്കുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ സ്പോൺസേഴ്സിനെ കുറെ അന്വേഷിച്ചായിരുന്നു. എല്ലാവരും ഓരോ കാരണം അങ്ങനെ ഒഴിവാക്കി ചെയ്തത്. ഫസ്റ്റ് ഇവിടെ ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവര് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ചെയ്യാമെന്നാ പറഞ്ഞത്. വാക്കുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പുളിമൂട്ടിലെ ഫാമിലി മൊത്തം അത് സാറിനെ എൻ്റെ പേരിലും നമ്മുടെ കോളേജിന്റെ പേരിലും എല്ലാ വിദ്യാർത്ഥികളുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ജനറൽ സെക്രട്ടറി അർഷാദ് PS നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മുട്ടം. കേന്ദ്ര സർക്കാരിന്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കി ഇടവെട്ടിയിൽ കുട്ടിവനത്തിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ ശ്രദ്ധേയമാകുന്നു. ആദ്യഘട്ടമായി വിവിധയിനം പ്ലാന്റുകൾക്കൊപ്പം പുൽമേടും ചതുപ്പും യാഥാർത്ഥ്യമാകും. ഇതിനു പുറമെ വനത്തിലെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ വാക്വേയും കഫ്റ്റേരിയയും ഇരിപ്പിടവും ഉൾപ്പെടെ സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുന്നതാണ് പദ്ധതി. 100-ലധികം വർഷം പഴക്കമുള്ള കൂറ്റൻ മരങ്ങൾ, അപൂർവ ഇനം ചിത്രശലഭങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയുടെ കലവറയാണ് ഇടവെട്ടി കുട്ടിവനം. സ്വാഭാവിക വനത്തിനുള്ളിലെ ഈ കാഴ്ചകൾ കാണാൻ ഇനി എല്ലാവർക്കും അവസരമൊരുങ്ങും. കേന്ദ്ര സർക്കാരിന്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഞ്ചാരികൾക്കായി നിരവധി അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. തൊടുപുഴയിലെ ഇടവെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ നഗരവനം സ്കീം അവിടെ തുടങ്ങുകയാണ്. ഇതിൽ നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറി ഇടവെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമ്മുടെ വനം വകുപ്പിൻ്റെ
ഒരു 12.5 ഹെക്ടർ സ്ഥലം റിസർവ് ഭൂമിയുണ്ട്. ആ റിസർവ് ഭൂമിയിലാണ് ഇത് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്താണ് നമ്മൾ ഇതിലുള്ള ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ നടത്തുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് ഒരു വാക്ക്വേ ഉണ്ട്, പിന്നെ ഒരു കഫറ്റീരിയ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മെഡിസിൻ പ്ലാന്റ്സിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട്, ബാംബൂസിൻ്റെ ഒരു ബാംബൂ സെറ്റപ്പ് നമ്മളവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, നക്ഷത്രവനം ചെയ്യുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ നടപ്പാക്കുന്ന ഏക നഗരവനം പദ്ധതിയാണ് ഇത്. ആദ്യഘട്ടത്തിൽ 35 ലക്ഷം രൂപ ചിലവഴിച്ച് വിവിധയിനം പ്ലാന്റുകളും സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തും. ബട്ടർഫ്ലൈ ഗാർഡൻ ഒരെണ്ണം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പദ്ധതികളും നമ്മളവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത വർഷത്തോടുകൂടി ഇത് ജനങ്ങൾക്ക് തുറന്ന് കൊടുക്കുകയും അവർക്ക് ഇതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ടിക്കറ്റ് എൻട്രിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ ജനങ്ങൾക്ക് രാവിലെ മോർണിംഗ് വാക്കും അതുപോലെ തന്നെ ഈവനിങ് വാക്കിനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. കഫറ്റീരിയ ഡെവലപ്പ് ചെയ്ത് ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടന്നു വരികയാണ്. തൊടുപുഴ പട്ടണത്തിൽ നിന്നും കേവലം 5 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നഗരവന പദ്ധതി പൂർത്തിയാകുന്നതോടെ സഞ്ചാരികൾ ഒഴുകിയെത്തുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് BBC ന്യൂസ്. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഡിസ്പെൻസറി ഉദ്ഘാടനവും NABH അക്രഡിറ്റേഷൻ ലഭിച്ചതിന്റെ പ്രഖ്യാപനവും നടത്തി. തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടെ നിന്ന 10ഓളം വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജസ്റ്റിൻ സ്വാഗതം ആശംസിച്ചു. NABH അടിസ്ഥാന സൗകര്യ വികസനം, രോഗി സുരക്ഷ, ഔഷധ ഗുണമേന്മ, അണുബാധ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ നിലവാരമാണ് അംഗീകാരത്തിൻ്റെ മാനദണ്ഡം. പഞ്ചായത്ത്, ആയുർവേദ വകുപ്പ്, ദേശീയ ആയുഷ് മിഷൻ തുടങ്ങിയവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇത് നേടാൻ സാധിച്ചത്. ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രവർത്തന ഉദ്ഘാടനവും NABH അക്രഡിറ്റേഷൻ ലഭിച്ചതിൻ്റെ പ്രഖ്യാപനവും തൊടുപുഴ MLA PJ ജോസഫ് നിർവഹിച്ചു. സന്തോഷം രേഖപ്പെടുത്തുന്നു. അഭിവാദികളും അർപ്പിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനത്തോടൊപ്പം ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടെ നിന്ന 10ഓളം വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജസ്റ്റിൻ സ്വാഗതം ആശംസിച്ചു. 10ഓളം പ്രൊജക്ടുകൾ ഡിസ്പെൻസറിയിൽ നടന്നു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. LDF ഇടുക്കി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ ഇടുക്കി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇടുക്കി IDA ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. LDF കൺവീനർ KK ശിവരാമൻ അധ്യക്ഷത വഹിച്ച യോഗം കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. ജോയ്സ് മികച്ച പാർലമെന്റേറിയനും പോരാളിയുമാണ്. ജനകീയ പ്രശ്നങ്ങൾക്കു വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ലക്ഷ്യം കാണാതെ പിന്മാറുന്ന ആളല്ല ജോയ്സ് ജോർജ് എന്നും ജോയ്സിന്റെ വിജയം പ്രഖ്യാപിക്കുന്നതാണ് കൺവെൻഷനിലെ വലിയ ജനപങ്കാളിത്തമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജോസ് കെ മാണി പറഞ്ഞു. ഒരു പാർലമെന്റ് അംഗമാണ്. ഇത് പറയാനൊരു കാരണമാണ്. ഞാൻ അദ്ദേഹവുമൊത്ത് 5 വർഷക്കാലം ലോക്സഭയിലുണ്ടായിരുന്നു. ഒരു ലോക്സഭാ അംഗം, ഒരു പാർലമെന്റ് അംഗം എങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നത് ആ ജനപ്രതിനിധികളുടെ പാർലമെന്റിനകത്തുള്ള ഇടപെടലുകൾ, ചോദ്യം ചോദിക്കുന്നത്, സമ്മേളനം നടത്തുന്നത്, അതോടൊപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, ഇതിലെല്ലാം അതുമാത്രമല്ല, ഇടുക്കിയുടെ കാർഷിക വിഷയങ്ങളൊക്കെ, കേരളത്തിന്റെ വിഷയങ്ങൾ അത് പാർലമെന്റിൽ അവതരിപ്പിക്കുവാൻ ഏറ്റവും മുന്നിൽ നിന്ന ഒരു പാർലമെന്റ് അംഗമായിരുന്നു ശ്രീ ജോയ്സ് ജോർജ്. പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, LDF നേതാക്കളായ മുല്ലക്കര രത്നാകരൻ, MM മണി, KK ജയചന്ദ്രൻ, ആന്റണി ജോൺ MLA, CV വർഗീസ്, ജോസ് തെറ്റയിൽ, ജോസ് പാലത്തിനാൽ, ES ബിജിമോൾ, എൽദോ എബ്രഹാം, PC ജോസഫ്,
കെ സലിംകുമാർ, KT മൈക്കിൾ എന്നിവർ സംസാരിച്ചു. 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടങ്ങളിലെ നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഓരോരുത്തരും ഇത്തവണ വോട്ട് ചെയ്യുമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇന്ത്യൻ ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പ്രൊജക്ട് പദ്ധതി അഴിമതി അന്വേഷിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മണി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ചെയർമാനായ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കിയത്. ഹരിത കേരളം മിഷൻ വഴിയായിരുന്നു പദ്ധതി നിർവഹണം. മടിയിൽ കനമില്ലെങ്കിൽ പേടിക്കാതെ പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒന്നാം പിണറായി സർക്കാർ UNDP ധനസഹായത്തോടെ നടപ്പിലാക്കിയ IHRML പദ്ധതി നടത്തിപ്പിലൂടെ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ആവശ്യപ്പെട്ടു. 25,000 ഏക്കർ കൃഷിഭൂമി വനഭൂമിയാക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് ഈ പദ്ധതിയെന്ന് പറഞ്ഞ ഇടതുപക്ഷം ഈ ഗൂഢാലോചനയുടെ ഭാഗമായാണോ ചിന്നക്കനാലിലും ചെങ്കുളത്തും കൃഷിഭൂമി ഉൾപ്പെടെ റിസർവ് ചെയ്തതെന്ന് CPM വ്യക്തമാക്കണം. റിസർവ് വിജ്ഞാപനം റദ്ദാക്കാതെ വെച്ചിരിക്കുന്നത് ആരെ പ്രീതിപ്പെടുത്താൻ കൂടിയാണെന്ന് കൂടി മുൻ MP വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് 2000 തൊട്ട് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഇടുക്കി നിയമനിർമ്മാണ കമ്മിറ്റി ഇറക്കിയ ഒരു 11 നോട്ടീസാണ്. അപ്പോൾ ഇതിനകത്ത് ഹൈറേഞ്ച് മൗണ്ട് ലാൻഡ്സ്കേപ്പ് പ്രൊജക്ട് HRML എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ 25,000 ഏക്കർ കൃഷിസ്ഥലം സംരക്ഷിത വനപ്രദേശമാക്കി മാറ്റുന്നതിനുള്ള അന്താരാഷ്ട്ര വനവൽക്കരണ പദ്ധതിയായിരുന്നു HRML. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വനമന്ത്രിയുമായിരിക്കെ പിൻവാതിലോ നടപ്പിലാക്കാൻ ശ്രമിച്ച വനവൽക്കരണ പദ്ധതിയെ ചെറുത്തു തോൽപ്പിച്ചത് 2 വർഷമാണ്. മലയോരത്ത് ഉയർന്നു വന്ന വലിയ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതായിരുന്നു ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞിരുന്ന കാര്യം. അതിനുശേഷം ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച നമ്മുടെ ജില്ലയിൽ ഉണ്ടായി. വലിയ സമരങ്ങളുണ്ടായി കേരളം മുമ്പാണ്. അന്ന് CPM ഇറക്കിയ ഒരു 11 നോട്ടീസാണ്. ഗാഡ്ഗിൽ മുതൽ ബഫർ സോൺ വരെ ആകെ സൃഷ്ടി സത്യാന്വേഷണ രേഖ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് 5ാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന അന്താരാഷ്ട്ര വനവൽക്കരണ പദ്ധതിയായ HRML പദ്ധതി നിർത്തിവെച്ചു. അതിനുശേഷം തൊട്ടടുത്ത നാളിലാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി നയിച്ച യാത്ര നടത്തി. ആ യാത്രയ്ക്കകത്ത് ഇവർ പറഞ്ഞിരുന്നൊരു കാര്യം, ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മീഷനുകളെയും HRML പദ്ധതിയെയും ജനങ്ങളോടൊപ്പം നിന്ന് പൊരുതി തോൽപ്പിച്ചത് ഇടതുപക്ഷമാണ്. അപ്പം അതിനകത്ത് ഇതേ ഭാഗം തന്നെ ആവർത്തിച്ചിരിക്കുന്നു. 25,000 ഏക്കർ കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് HRML പദ്ധതി എന്നും ഞങ്ങൾ ഇതിനെ പൊരുതി തോൽപ്പിച്ചുവെന്നാണ് ഈ 11 നോട്ടീസുകളിലൊക്കെ പറയുന്ന കാര്യം. അതോടൊപ്പം തന്നെ മുൻ MP ശ്രീ ജോയ്സ് ജോർജ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിലും അദ്ദേഹം 2014 മുതലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ പ്രധാനമായും പറഞ്ഞിരുന്ന കാര്യം അന്താരാഷ്ട്ര വനവൽക്കരണ പദ്ധതിയായ HRML ഞങ്ങൾ പൊരുതി തോൽപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ പൊരുതിയതും തോൽപ്പിച്ചതും ഒക്കെ ഈ നോട്ടീസിലും പത്രമാധ്യമങ്ങളിലും മാത്രമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പം 2000 വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖയിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, 2018 മുതൽ 22 വരെയുള്ള കാലയളവിൽ HRML പദ്ധതിക്ക് വേണ്ടി UNDP-യിൽ നിന്ന് 12 കോടിയോളം രൂപ നമ്മൾ വിദേശ ധനസഹായം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ പൊരുതി തോൽപ്പിച്ച മുൻ MP അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ധാരണാപത്രം പുറപ്പെടുത്തുന്നത് ഈ HRML പദ്ധതിക്ക് വേണ്ടി. അപ്പോൾ ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി ചെയർമാനായ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കിയത്. ഹരിത കേരളം മിഷൻ വഴിയായിരുന്നു പദ്ധതി നിർവഹണം. മടിയിൽ കനമില്ലെങ്കിൽ പേടിക്കാതെ പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സീറോ മലബാർ സഭ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന് തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈനിൽ സ്വീകരണം നൽകി. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായിട്ടാണ് ആർച്ച് ബിഷപ്പ് തൊടുപുഴയിലെത്തിയത്. റെക്ടർ ഫാദർ ജോസ് ചേറ്റൂർ, വൈസ് റെക്ടർ ഫാദർ ആന്റണി വിളയപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യവും ശക്തിയും മഹത്വവും എന്നെ
ഒരുപാട് തിരക്കുകളുടെ നടുവിലും അദ്ദേഹത്തിൻ്റെ കൃത്യാന്തര ബാഹുല്യങ്ങളുടെ ഇടയിലും സമയം കണ്ടെത്തി എന്നോടൊത്ത് പരിശുദ്ധ കുർബാനയിലെ സന്നിഹിതനാകുന്നതിൽ ഒരുപാട് ഇഷ്ടമുണ്ട്, ഒരുപാട് കടപ്പാടുണ്ട്. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. പിതാവാണ് ഇത്തിരി മൂത്തതുമാണ്, മാസങ്ങളുടെ വ്യത്യാസമൊക്കെ ഉള്ളൂ. എന്നാലും ഞാനാണ് ഇളയത്. പിന്നെ എൻ്റെ താടിയും തലയിലെ മരുഭൂമിയും എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിപ്പിക്കുന്നുണ്ട്. ദൈവം കുടുംബങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഡിവൈൻ മെഴ്സിയുടെ തീർത്ഥാടന കേന്ദ്രം. കോതമംഗലത്ര മോശമൊന്നല്ല, എന്തോരം നല്ല പള്ളികളുള്ള സ്ഥലം. ഇടവെട്ടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമവും വനിതാ ദിനാഘോഷവും സംഘടിപ്പിച്ചു. വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മെമ്പറെയും ജീവനക്കാരെയും തൊഴിലാളികളെയും ആദരിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് മാർത്തോമ വാർഡിലെ MGNREGA തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമവും വനിതാ ദിനാഘോഷവും സംഘടിപ്പിച്ചു. വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ മാർച്ച് 8 വനിതാ ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന 2 പരിപാടികൾ, നമ്മുടെ വാർഡിൽ 100 തൊഴിൽ ദിനം പൂർത്തീകരിച്ച ആളുകളെയും അതോടൊപ്പം തന്നെ മാർച്ച് 8 വനിതാ ദിനത്തിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് ഇന്നത്തെ യോഗം വിളിച്ചു കൂട്ടിയത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി മാർച്ച് 8 വനിതാ ദിനത്തിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിൽ 100 പണി തേച്ച തൊഴിലാളികളെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വാർഡിലെ എല്ലാ തൊഴിലാളികളും 100 തൊഴിൽ ദിനം പൂർത്തീകരിച്ചതിന് മെമ്പറെയും ജീവനക്കാരെയും ആദരിച്ചു. തുടർന്ന് 100 പണി പൂർത്തിയായ എല്ലാ തൊഴിലാളികളെയും സ്നേഹ സമ്മാനം നൽകി ആദരിച്ചു. തൊഴിലുറപ്പ് മേറ്റ് ഹലീമ മലയിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സറീന PA പദ്ധതി വിശകലനം നടത്തി. MGNREGA VEO ശരത്ത്, ജീവനക്കാരായ ഫർസ സലീം, ലിറ്റി ജോർജ്, അന്നു മീൻപൂർ, അഞ്ജന മെഹ്റ്റുമാരായ ഷായിന നാസർ, സജികുമാരി രവി, സഫിയ കൊന്താലം, ജുബൈരിയ അബ്ബാസ്, ലൈല ഷാജി എന്നിവർ ആശംസകൾ നേർന്നു. റജീന അനൂപ് ഖാൻ സ്വാഗതവും ഉഷ ബാബു നന്ദിയും പറഞ്ഞു. ഞങ്ങളി നാട്ടിലെ രാജാവല്ലോ, അങ്ങ് വെറും നാരണയില്ല യാചകനാണെന്നേ. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. ലോക വനിതാ ദിനത്തിൽ ഹരിതകർമ്മ സേന അംഗങ്ങളെ ആദരിച്ചു. മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന 14, 16 വാർഡുകളിലെ ഹരിതകർമ്മ സേന അംഗങ്ങളെയാണ് വനിതാ ദിനത്തിൽ ആദരിച്ചത്. മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. കോളേജ് ഡയറക്ടർ സിസ്റ്റർ മേഴ്സി കുര്യൻ SH ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ JN ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു പ്ലാസ്റ്റിക് കത്തുമ്പോൾ 23 അതിരൂക്ഷമായ വിഷങ്ങളാണ് അന്തരീക്ഷത്തിലേക്ക് പൊങ്ങുന്നത്. അത് ക്യാൻസർ മാത്രമല്ല ഉണ്ടാക്കുന്നത്, നമ്മളിന്ന് കണ്ടുവരുന്ന ഇൻഫെർട്ടിലിറ്റി കൂടുതലാകുന്നതിൻ്റെ ഒരു റീസൺ ഇന്ന് പ്ലാസ്റ്റിക്കിൽ നിന്നും നമ്മൾ കത്തിച്ചു വിടുന്ന മാലിന്യങ്ങളാണ്. നമ്മളുടെ പരിസര ശുചീകരണം മാത്രമല്ല, ആരോഗ്യത്തിൻ്റെയും കാവൽക്കാരാണ് ഇന്നിവിടെ ഇരിക്കുന്ന 4 സഹോദരിമാർ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവിടെ വിളിച്ച് ആദരിക്കുവാൻ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നിങ്ങളുടെ ദിവസങ്ങൾ, നിങ്ങളുടെ തൊഴിൽ സുഗമമല്ല എന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ പ്രഘോഷിക്കേണ്ട ചുമതല ഇതറിയാവുന്ന നമുക്കാണ്. അതുകൊണ്ട് നമ്മുടെ നഴ്സിംഗ് കോളേജ് ചരിത്രത്തിൽ ആദ്യമായി
ഒരു സാധാരണ രീതിയിൽ വനിതാ ദിനത്തിലൊക്കെ എല്ലാവരും ഒന്നെങ്കിൽ വനിതകളെ ആദരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തിലുള്ളവർ, ഇല്ലെങ്കിൽ പുരുഷനോട് പോരടിക്കുന്നതിൽ വിജയിക്കുന്നവർ, ഇവരെയൊക്കെയാണ് സാധാരണ വലിയ വനിതകളും മഹിളാ രത്നങ്ങളൊക്കെയായിട്ട് ആൾക്കാർ കണക്കാക്കുന്നത്. എന്നാൽ ഒരു പുരുഷനും ചെയ്യാൻ പറ്റാത്ത സേവനങ്ങളാണ് ഇന്ന് ഈ 4 സഹോദരിമാർ ഈ നാടിന് വേണ്ടി ചെയ്യുന്നത്. 5000 ടൺ പ്ലാസ്റ്റിക്കാണ് കഴിഞ്ഞ വർഷം ഇവർ സംഭരിച്ച് കളക്ട് ചെയ്തത്. 5000 ടൺ എന്ന് വെച്ചാൽ 5 ലക്ഷം കിലോ. 16ാം വാർഡ് മുനിസിപ്പൽ കൗൺസിലർ സാബിറ ജലീൽ അധ്യക്ഷത വഹിച്ചു. 14, 16 വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. നമുക്ക് എല്ലാവർക്കും കൈകോർക്കാൻ നമ്മുടെ മാലിന്യമുക്ത കേരളമായിട്ട് നമുക്ക് കൈകോർക്കാം. ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. ഇനിയും ഞങ്ങളുടെ യൂസഫി എന്നതിലുപരി ഞങ്ങൾ ഒരു സേവനമായിട്ടാണ് ഇത് കരുതുന്നത്. പലയിടത്തും ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് ഇല്ല, ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം മേടിച്ച് വെച്ച് നിങ്ങൾക്ക് തരാമെന്ന് വരെ പറയുന്നവരുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ഞങ്ങളോട് എല്ലാവരും സഹകരിച്ചു തുടങ്ങി. അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ളതാണ്. 14ാം വാർഡ് കൗൺസിലർ ഷഹന ജാഫർ, മുൻ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് CK ജാഫർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ മിഷേൽ മേരി അഗസ്റ്റിൻ സ്വാഗതം പറഞ്ഞു. കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ബിബിയ ബാബു നന്ദിയും രേഖപ്പെടുത്തി. യോഗത്തെ തുടർന്ന് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ FSSAIയുടെ സഹകരണത്തോടെ ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ കോഴ്സ് നടത്തി. തൊടുപുഴ TC ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. FSSAIയുടെ നാഷണൽ റിസോഴ്സ് പേഴ്സൺ KR നാരായണൻ ക്ലാസ് നയിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ഭക്ഷണ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ 10 പേരിൽ ഒരാൾക്ക് FSSAIയുടെ ഫോസ്റ്റാഗ് ട്രെയിനിങ് ലഭിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് സ്ഥാപനങ്ങളിൽ വേണമെന്നുള്ളതാണ് നിയമം. മുൻപ് സർട്ടിഫിക്കറ്റ് കാലാവധി നിശ്ചയിച്ചിരുന്നില്ല. എന്നാൽ നിലവിൽ 2 വർഷത്തേക്കാണ് സർട്ടിഫിക്കറ്റ് കാലാവധി. ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും നിയമപ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുമെന്ന ലക്ഷ്യത്തോടെ കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ FSSAIയുടെ സഹകരണത്തോടെ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തൊടുപുഴ TC ഓഡിറ്റോറിയത്തിൽ ഫോസ്റ്റാഗ് ട്രെയിനിങ് കോഴ്സ് നടത്തിയത്. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കുടക്കീഴിൽ അണിനിരത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫലങ്ങളാൽ പരിചയമുള്ള ഒരു വ്യക്തിത്വമുള്ള രീതിയിൽ ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും മാർച്ച് മാസത്തിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും പൊതുസമൂഹത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും ഭക്ഷ്യ വിതരണ മേഖലയിൽ സംസ്ഥാനത്തുടനീളം ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പാലിച്ചേ സാധിക്കും. കടകളിൽ ജ്യൂസ് അല്ലെങ്കിൽ ശീതളപാനീയങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നിർബന്ധമായ പരിശോധന ഉണ്ടായി. ഇപ്പോൾ ജില്ലയിലുടനീളം പരിശോധന കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വളരെ ചൂട് കൂടിയ കാലാവസ്ഥ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ശീതളപാനീയങ്ങളെ ജനങ്ങൾ ആശ്രയിക്കുന്ന രീതിയിൽ. നമുക്കറിയാം, അറേബ്യൻ ഫുഡുകളുടെ നിയന്ത്രണ വിധേയമായിട്ടുള്ള കച്ചവടങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ളവർ കംപ്ലൈൻറ്റുകൾ വന്നപ്പോൾ ആ മേഖലയിൽ പരിശോധനകൾ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനെ നമ്മൾ ചെയ്യുന്ന ഒരു മേഖലയിൽ അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും
സുരക്ഷിതമാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്കത് സുതാര്യമാണ്, അത് വൃത്തിഹീനമായൊരു സാഹചര്യത്തിലല്ല, ഏതൊരു വിശ്വാസതയും കൂടി ആർക്കും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്ഥാപനമായി മാറ്റേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ. FSSAI നാഷണൽ റിസോഴ്സ് പേഴ്സണൽ KR നാരായണൻ ക്ലാസ് നയിച്ചു. KHFA പ്രസിഡന്റ് MN ബാബു, FSSAI ഓഫീസർ ഹരീഷ് PM തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലും തൊടുപുഴ YWCAയും സംയുക്തമായി സ്ത്രീകൾക്ക് വേണ്ടി സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വെങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന സ്മിത ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലും തൊടുപുഴ YWCAയും സംയുക്തമായി സ്ത്രീകൾക്ക് വേണ്ടി സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബംഗളൂരിൽ പ്രവർത്തിക്കുന്ന സ്മിത ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ആദ്യം രജിസ്റ്റർ ചെയ്ത 100 പേർക്ക് സൗജന്യ ഗൈനക്കോളജി കൺസൾട്ടേഷൻ, 10% ഡിസ്കൗണ്ടിൽ ലാബ്, റേഡിയോളജി ടെസ്റ്റുകൾ, 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് സൗജന്യ മോമോഗ്രാം കൂപ്പൺ തുടങ്ങിയവ ലഭിച്ചു. ഡോക്ടർ ഷൈനി ക്ലാസ് നയിച്ചു. ഡോക്ടർ സണ്ണി ഈപ്പൻ അധ്യക്ഷത വഹിച്ചു. ഗീത സുരേഷ് അദ്വാനി, ഡോക്ടർ ശോഭ എന്നിവർ ആശംസ നേർന്നു. ഡോക്ടർ മരിയ സ്വാഗതവും YWCA ട്രഷറർ ജെസ്സി സേവ്യർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. ലോക വനിതാ ദിനത്തിൽ സ്പെഷ്യൽ ഉല്ലാസയാത്ര സംഘടിപ്പിച്ച് തൊടുപുഴ KSRTC. തൊടുപുഴ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച യാത്ര KSRTC വനിതാ ഇൻസ്പെക്ടർ KR രോഹിണി ഫ്ലാഗ് ഓഫ് ചെയ്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് മുട്ടം പോളിടെക്നിക് കോളേജിൽ സ്റ്റുഡൻസ് യൂണിയന്റെ ശ്രമഫലമായി പുളിമൂട്ടിൽ 6 നാപ്കിൻ വെൻഡിംഗ് മെഷീൻ നൽകി. സ്ഥാപനത്തിന്റെ ഉടമ റോയി പുളിമൂട്ടിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീൻ കോളേജ് പ്രിൻസിപ്പൽ മായ ബെന്നിക്ക് കൈമാറി. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഡിസ്പെൻസറി ഉദ്ഘാടനവും NABH അക്രഡിറ്റേഷൻ ലഭിച്ചതിന്റെ പ്രഖ്യാപനവും നടത്തി. തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഹൈറേഞ്ച് മൗണ്ടെയിൻ ലാൻഡ്സ്കേപ്പ് പ്രൊജക്ട് പദ്ധതി അഴിമതി അന്വേഷിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന് തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈനിൽ സ്വീകരണം നൽകി. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.